വെൽക്കം ടു ന്യൂ സെഷൻ. പുതിയ ദിവസത്തിലേക്ക്, ലോ ഓഫ് അട്രാക്ഷന്റെ 6ാമത്തെ ദിവസത്തിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ലോ ഓഫ് അട്രാക്ഷന്റെ പല നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ പഠിച്ചു. നിയമങ്ങൾ ഒക്കെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വന്നത്. ഇന്നത്തെ ദിവസം കൂടി ഞാൻ ഫണ്ടമെന്റൽ തന്നെ വീണ്ടും പറഞ്ഞു പോവുകയാണ്. നാളെ ഞാൻ നിങ്ങൾക്ക് ടെക്നിക്കൽ പഠിപ്പിക്കാൻ തുടങ്ങും. ടെക്നിക്കൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കണം എന്നുകൊണ്ടാണ് അത്രയും കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ നിങ്ങളെല്ലാം മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെന്ന് ചോദിക്കാൻ മറക്കരുത്. ലോ ഓഫ് അട്രാക്ഷന്റെ വിവിധമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇന്ന് ഞാൻ പറയുന്നത് എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ ഫലപ്രദമായി ഉപയോഗിക്കുക എന്നതാണ്. എങ്ങനെ നമുക്കിത് ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കും എന്നതാണ് നമ്മുടെ ഡൗട്ട്. ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുക എന്നതിനെ പറ്റിയാണ്. നിങ്ങളുടെ ചിന്തകൾ ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളുടെ ഭാവി സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. പൊതുവെ എപ്പോഴും അങ്ങനെയാണല്ലേ, നമ്മൾ ചിന്തകളിലൂടെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ പിന്നെ ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് പ്രത്യേകത അവിടെ? യെസ്, നമ്മൾ എല്ലാത്തിന്റെയും ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾ തന്നെ ആയിരിക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും പറയുമ്പോഴും ചിന്തകൾക്ക് അത്രയും പ്രാധാന്യമാണ്. കാരണം ഞാനിത് വീണ്ടും വീണ്ടും പറയാനുള്ള കാരണം എന്ന് പറയുന്നത് എന്റെ റിസർച്ച് എന്ന് പറയുന്നത് ന്യൂറോ സയൻസിനകത്തും തോട്ട്സിനകത്തും അത് തോട്ട്സിന്റെ മനസ്സിന്റെ അഗാധ തലങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തകളിൽ കണക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. ചിന്തകളില്ലാത്ത അവസ്ഥയിലേക്ക് നമുക്ക് എങ്ങനെ മാറാൻ പറ്റുമെന്നാണ് ഞാൻ ആദ്യം തന്നെ ഇതിനെപ്പറ്റി ഈ റിസർച്ചിൽ ആദ്യം തന്നെ മനസ്സിലാക്കിയത്. അങ്ങനെ മണിക്കൂറുകളൊക്കെ എനിക്ക് ചിന്തകളില്ലാതെ ഇരിക്കാൻ പറ്റുന്നു എന്നതാണ് എന്നിലേക്ക് മാറ്റമുണ്ടാക്കാനുള്ള ഞാൻ ചെയ്ത ആദ്യത്തെ പ്രക്രിയ. വളരെ സന്തോഷമാണ്, നിങ്ങൾക്കത് അനുഭവിക്കാനാവും. അത് സ്പിരിച്വാലിറ്റിയുടെ മറ്റൊരു വശമാണ്. എങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ചിന്തകൾക്ക് തന്നെ വീണ്ടും പ്രാധാന്യം വെക്കും. നിങ്ങൾ ആകർഷണ നിയമം ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങളുടെ ആത്മാവും മനസ്സും നിഷേധാത്മകമായ വികാരങ്ങളാലും ചിന്തകളാലും നെഗറ്റിവിറ്റി മൂടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ആകർഷണ നിയമത്തിന് മികച്ച അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് നൽകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കണം. മനസ്സിലായോ പറഞ്ഞത്? ഇഷ്ടം ഇഷ്ടത്തെ ആകർഷിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ദുഃഖം ദുഃഖത്തെയും ആകർഷിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ നെഗറ്റിവിറ്റി അട്രാക്ട് നെഗറ്റിവിറ്റി. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പറഞ്ഞു. നമ്മുടെ മനസ്സും ആത്മാവും നിഷേധാത്മകമായ വികാരങ്ങളാലും ചിന്തകളാലും നിറഞ്ഞിരിക്കുകയാണെങ്കിൽ, മൂടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ആകർഷണ നിയമത്തിന് നിങ്ങൾക്ക് മികച്ച അനുഗ്രഹങ്ങളെ കൊണ്ടുതരാൻ സാധിക്കില്ല എന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പലപ്പോഴും ആകർഷണ നിയമം വർക്ക് ചെയ്യാത്തത് എന്നതിന്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത് നെഗറ്റീവ് തോട്ട്സുകളാണ്. കിട്ടുമോ ലഭിക്കുമോ എന്നുള്ള ഒരുപാട് നെഗറ്റീവ് തോട്ട്സുകൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കാത്തത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ അസ്വസ്ഥനായിരിക്കുമ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുമ്പോഴും നെഗറ്റീവ് എനർജി നിറഞ്ഞിരിക്കുമ്പോൾ പോലും ആകർഷണ നിയമം എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെ? അപ്പോൾ ആകർഷണ നിയമം ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് എന്ത് ചെയ്യണം? നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും അവിടെ പോസിറ്റിവിറ്റി നിറയ്ക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ ഇത് സാധ്യമാണ്. ചിന്തകൾ അവസാനിപ്പിക്കുക, നിങ്ങളുടെ യോഗ്യതയിലും വഴിയിലും പൂർണ്ണമായി വിശ്വസിച്ച് പ്രപഞ്ചത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നിങ്ങളിൽ പോസിറ്റീവ് എനർജി നിറക്കുക എന്നതാണ് ഒന്നാമത്തെ പ്രക്രിയ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ പോസിറ്റീവ് നിങ്ങൾ നിറച്ചില്ലെങ്കിൽ അവിടെ നെഗറ്റീവ് വികാരങ്ങൾ നിറയുകയും. ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ്സിൽ പറയാനുള്ള ഒരു കാര്യമാണ്, നമുക്ക് ഒന്നിനെയും റിമൂവ് ചെയ്യാൻ പറ്റില്ല, ഇല്ലാതാക്കാൻ സാധിക്കില്ല. അതായത് നമ്മുടെ കയ്യിൽ നമ്മുടെ മനസ്സാകുന്ന അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ആകുന്ന കുടത്തില് എപ്പോഴും എന്തെങ്കിലുമൊക്കെ നിറഞ്ഞിരിക്കും. ഒന്നുകിൽ ഇത് പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം.
അപ്പോൾ നെഗറ്റീവ് നമ്മൾ ഒഴിവാക്കണമെങ്കിൽ എന്താണ് നമുക്ക് പോകാൻ വഴി? അവിടെ പോസിറ്റീവ് കൊണ്ട് നിറക്കുക മാത്രമാണ്. അതിന് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഒരുപാട് ആത്മീയ വായനകൾ, പോസിറ്റീവായിട്ടുള്ള തോട്ട്സുകൾ കിട്ടാനായിട്ട് ഇതുപോലെ കോട്സുകള്, ഇതുപോലെ ക്ലാസ്സുകള്, അതുപോലെ തന്നെ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക, നല്ല നല്ല വചനങ്ങൾ എടുക്കുക. അത് നമ്മുടെ മതഗ്രന്ഥങ്ങളായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ മറ്റ് ഇതുപോലെ ഞാൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്, ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും എന്ന് പറയുന്ന, അതിൽ മുഴുവൻ ഇത്തരം കാര്യങ്ങൾ പോസിറ്റീവായിട്ട് എങ്ങനെയാണ് നമ്മൾ ഒരു ദിവസത്തെ മാറ്റപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള വായനകളിലൂടെ ദിവസവും അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇനി വീണ്ടും പറയുന്നുണ്ട് ശ്രദ്ധയുടെ കാര്യമൊക്കെ. ആകർഷണ നിയമം ഇഷ്ടപ്പെടാൻ നിങ്ങളുടെ ആകർഷണ നിയമം ഇഷ്ടപ്പെടാൻ കാരണമാകുന്നത് നിങ്ങളുടെ വൈബ്രേഷൻ, ഊർജം, നല്ലതോ ചീത്തയോ ആകട്ടെ, നിങ്ങളുടെ അനുഗ്രഹങ്ങളെ അത് ബാധിക്കുന്നതാണ്. അനുഗ്രഹങ്ങൾ കിട്ടണമെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, അല്ലെ? അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നല്ല അനുഗ്രഹങ്ങളാണ് നമുക്ക് ആണെങ്കിൽ നല്ല ചിന്തകൾ ഉണ്ടാവണം എന്ന് മാത്രം മനസ്സിലാക്കുന്നത്. കുറെ കോംപ്ലിക്കേഷൻസ് ഒന്നും പോകണം. ആകർഷണ നിയമം ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് നമുക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. 1, 2, 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകും. എങ്ങനെയാണിത് എളുപ്പത്തിലേക്ക്? ഒന്നാമത്, ഈ പറഞ്ഞതിന്റെ സംക്ഷിപ്തമായ രൂപം ഞാൻ പറഞ്ഞത് സിമ്പിൾ ആക്കി തരാനായിട്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ മനസ്സിൽ പോസിറ്റീവ്നെസ് നിറക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ആവശ്യമുള്ളതിൽ മാത്രം ശ്രദ്ധിക്കുക, ആവശ്യമില്ലാത്തതിൽ ശ്രദ്ധിക്കരുത്. നമ്മൾ എന്താ സംഭവിക്കുന്നത് അറിയോ? നമുക്ക് ആവശ്യമുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിക്കും, അതോടൊപ്പം തന്നെ ആവശ്യമില്ലാത്തതിനെ നമ്മൾ ചിന്തിക്കും. അതായത് എനിക്ക് അസുഖം ആണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് പകരം എനിക്ക് സുഖമാണെന്ന് ചിന്തിക്കാൻ എത്ര പേർക്ക് സാധിക്കും, അല്ലേ? അത് ഒരു വലിയ ചോദ്യമല്ലേ? എന്താ ഈ പറയണേ? സുഖം യാഥാർത്ഥ്യമല്ലേ? എനിക്ക് സുഖമില്ല. എന്തിലാണ് നിങ്ങൾക്ക് സുഖമില്ലാത്തത്? ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിലല്ലേ? ചിലപ്പോൾ വയറുവേദനയാവാം, അല്ലെങ്കിൽ പനിയാവാം, അല്ലെങ്കിൽ തൊണ്ടവേദനയാവാം, അല്ലേ? അല്ലെങ്കിൽ അതിലൊരു കൈവേദനയാവാം, അല്ലെങ്കിൽ കാലുവേദനയാവാം, അല്ലെങ്കിൽ കാല് മുറിഞ്ഞതാവാം, കൈ മുറിഞ്ഞതാവാം. പക്ഷെ ബാക്കിയുള്ള അവയവങ്ങളൊക്കെ നമുക്കുണ്ടല്ലോ സുഖത്തോടെ. അതിനെ പറ്റിയിട്ട് നമ്മൾ എത്ര ചിന്തിച്ചു? നമ്മൾ ആ ഇല്ലാത്തതിനെ പറ്റി ചിന്തിക്കുന്നതിന് പകരം ബാക്കി ഉള്ളതിനെ പറ്റി ചിന്തിച്ചു നോക്കൂ. അപ്പോഴെത്ര വ്യത്യാസം വരും എന്ന് ആലോചിച്ച് നോക്കൂ. അവിടെയാണ് പറയുന്നത്, നിങ്ങൾക്ക് ആവശ്യമുള്ളതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ആവശ്യമില്ലാത്തതിൽ ആവരുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ആ നിങ്ങൾ ചിന്തിച്ച കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യം കിട്ടുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക, അതിനു വേണ്ടി പ്രവർത്തിക്കുക. ഒരുപാട് കഥകളൊക്കെ ഇതിന്റെ കൂടെ പറയാനുണ്ട്. ഞാൻ കഥകൾ പറഞ്ഞിട്ട് സമയം കളയുന്നില്ല, കാരണം ഇതൊരു ക്ലാസ് ആകുമ്പോൾ നിങ്ങൾക്ക് സമയപരിമിതി കൂടി ആലോചിക്കുന്നതുകൊണ്ടാണ്. കാരണം ഇത് റിലേറ്റഡ് ആയിട്ട് കുറെ കഥകൾ, പുസ്തകം വരുന്നതിൽ ഒരുപാട് കഥകൾ ഇതൊക്കെ ബന്ധപ്പെട്ട് ഞാൻ പറയുന്നുണ്ട്. കാരണം കുറച്ചും കൂടി ലോങ് ആയിട്ട് പറയാൻ പറ്റുന്നതുകൊണ്ടാണ്. ഇപ്പൊ തന്നെ ഇത് ലെങ്ത് കൂടുതലാന്നുള്ള ഒരു കംപ്ലൈൻസ് ഉണ്ട്. എന്തായാലും മനസ്സിൽ പോസിറ്റീവ്നെസ് കൊണ്ടുവരിക. എന്താണ് മനസ്സിൽ പോസിറ്റീവ്നെസ് കൊണ്ടുവരിക എന്ന് പറയുന്നത്? സ്വയം പരിമിതപ്പെടുത്തുന്ന ചിന്തകൾ ബോധപൂർവമായോ അല്ലാതെയോ നിങ്ങളുടെ മനസ്സിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ ഏറ്റവും താഴ്ന്ന നിലയിൽ നിങ്ങൾ പ്രപഞ്ചത്തിന്റെ അനുഗ്രഹത്തിന് അർഹനല്ലെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുന്നു. ഞാൻ പറഞ്ഞത്, ദൈവം ഇതൊക്കെ എന്തിനാണ് എന്നോട് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്നു. പക്ഷേ നിങ്ങൾ ഒരു അനുഗ്രഹം സ്വീകരിക്കാൻ തയ്യാറാണെന്ന് തോന്നുമ്പോഴും നിങ്ങൾ യോഗ്യനല്ലെന്ന്, നിങ്ങളുടെ അനുഗ്രഹം മതിയാകില്ലല്ലോ എന്നുമൊക്കെ നിശബ്ദമായി പറഞ്ഞുകൊണ്ട്, അല്ലെ കിട്ടിയതൊക്കെ എനിക്ക് മാറ്റി പോരല്ലോ എന്നുള്ള നിശബ്ദമായി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അബോധ മനസ്സ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റി നിർത്തുന്നു. സ്വയം പരിമിതപ്പെടുത്തുന്ന ഈ ചിന്തകളെ ഒഴിവാക്കാനായിട്ട് ഒരു ഉദ്ദേശം ഉണ്ടാകുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സ് നിങ്ങളൊന്ന് വൃത്തിയാക്കണം. അതിനായി മനസ്സിനെ ശാന്തപ്പെടുത്തും. അതായത് നിങ്ങൾക്കൊരു ഉദ്ദേശമുണ്ട്, ഇപ്പോൾ ഇന്നൊരു കാര്യം സാധിക്കണം, അതിനുവേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ തയ്യാറായി. ഞാൻ പറയുന്ന കുറേ സ്റ്റെപ്പുകളുണ്ട്. ആ സ്റ്റെപ്പുകൾ നിങ്ങൾ ചെയ്യാൻ തയ്യാറാവുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിനെ ശാന്തപ്പെടുത്തണം. ചിന്തകൾ വേറെ ഒന്നുമില്ലാതെ പോസിറ്റീവായി ചെയ്യണം. അതെങ്ങനെ സാധ്യമാകും?
അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന് മനസ്സിനെ ശാന്തപ്പെടുത്താനായിട്ട് ഒരേ ഒരു പ്രക്രിയ മാത്രമേ നിലവിലുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിക്കുക, ബ്രീത്തിങ്ങിലൂടെ മാത്രം. കാരണം നമ്മുടെ ബ്രീത്തിങ് ആണ് ഡയറക്ട്ലി കണക്റ്റഡ് ടു അവർ നമ്മുടെ മനസ്സ്, നമ്മുടെ ഈ പറഞ്ഞ പോസിറ്റീവ് നെഗറ്റിവിറ്റി എന്നൊക്കെ പറയുന്ന സംഭവത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക്, എവിടെയാണോ അതൊക്കെ അനന്തമായി കിടക്കുന്ന പ്രക്രിയയാണെങ്കിലും അതിനെ ഡയറക്റ്റ്ലി കണക്ട് ചെയ്യുന്ന സാധനം ബ്രീത്തിങ് ആണ്. അപ്പോൾ ഒന്നിക്കൽ നിങ്ങൾക്ക് ഒരു ബ്രീത്തിങ്ങിലൂടെ 5-6 തവണയുള്ള ബ്രീത്തിങ് എക്സസൈസിലൂടെ ചെയ്യാം, ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ. അല്ലെങ്കിൽ ഒരു ചെറിയ മെഡിറ്റേഷൻ ആവാം, ധ്യാനമാണ് അൾട്ടിമേറ്റ് ആയിട്ട് ഈ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഏക പോംവഴി. ധ്യാനം നടക്കുന്നത് മെഡിറ്റേഷനിലൂടെയാണ്. മെഡിറ്റേഷൻ തന്നെയാണ് ധ്യാനം എന്ന് പറയുന്നത്, അല്ല ബ്രീത്തിങ്ങിലൂടെയാണ്. ബ്രീത്തിങ് തന്നെയാണ് ധ്യാനത്തിന്റെ അടിസ്ഥാന തത്വം. പിന്നെ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങൾ വിശ്രമിക്കാനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സാധിക്കണം. എങ്കിൽ മാത്രമാണ് ശാന്തത നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ നിഷേധാത്മകമായ ചിന്തകളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ചിന്തകൾ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മൾ മനസ്സിനെ കേന്ദ്രീകരിക്കുക, അല്ലെങ്കിൽ പോസിറ്റീവായി നിലനിർത്താൻ. ഇനിയും ഒരുപാട് പ്രക്രിയകൾ ഞാൻ നേരത്തെ പറഞ്ഞു, അതൊക്കെ ഒന്ന് പറയിക്കാം. എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ചോദിക്കുക. നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതിനെ പറ്റിയുള്ള ചിന്തകൾ പൂർണ്ണമായി ഒഴിവാക്കുക. ഒന്നും ചിന്തിക്കാനില്ലേ, ചിന്തിക്കേണ്ട. ആവശ്യമുള്ള ചിന്തിക്കുക, ആവശ്യമില്ലാതെ ചിന്തിക്കാതിരിക്കുക. അതല്ലേ വിഷയം. ചിന്തിക്കാൻ പറ്റും, നിങ്ങൾ ശ്രമിച്ചു നോക്കുക. നിങ്ങൾ ഇപ്പൊ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. സാറേ, ഈ ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റാത്തതല്ലേ എന്റെ വിഷയമാണ്. അതിന് വേറെ പോംവഴിയുണ്ട്. ചിന്തകളെ എങ്ങനെയൊക്കെ കേന്ദ്രീകൃതമാക്കണം എന്നൊക്കെ മറ്റൊരു ക്ലാസ്സിൽ ഞാൻ വിശദമായി പറയുന്നുണ്ട്. ചിന്തകളൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മണിക്കൂറുകൾ ഇരിക്കാൻ പറ്റും ചിന്തകളില്ലാതെ. ഒരു പ്രശ്നമില്ല, സാധ്യതയുണ്ട്. നമ്മള് അലട്ടുന്ന അല്ലെ വാണ്ടറിങ് മൈൻഡ് എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. വാണ്ടറിങ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചലിച്ചു പോയിക്കൊണ്ടേയിരിക്കും. അതൊന്നും പോവില്ല കുറച്ച് കഴിഞ്ഞാൽ. ധ്യാനം പരിശീലിച്ചാൽ തന്നെ എവിടെയും പോവില്ല. പക്ഷേ ധ്യാനം അറിഞ്ഞിട്ട് നിങ്ങൾ പരിശീലിക്കണം. ധ്യാനം പഠിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നിങ്ങൾ കാണുന്ന യൂട്യൂബിൽ കാണുന്ന കുറേ വീഡിയോസ് ഒക്കെ കേട്ടിട്ട് ഇതേ ധ്യാനം എന്നും പറഞ്ഞ് പോയിരുന്നു കഴിഞ്ഞാൽ ഒന്നും മാറ്റം വരില്ല. ധ്യാനം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തമായി ധ്യാനത്തിന് വേണ്ടിയിരിക്കണം. 90% ആൾക്കാരും ഈ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ ധ്യാനത്തിന് വേണ്ടി ഇരിക്കാറില്ല. എന്തിനോ വേണ്ടി ഇരിക്കുന്നു, ആ സമയം ചെലവാക്കുന്നു, എഴുന്നേറ്റ് പോകുന്നു എന്നാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ തന്നെ. എൻ്റെ ഒരുപാട് സ്റ്റുഡൻസ് ധ്യാനത്തിന് വേണ്ടി വരുന്നുണ്ട്. അവരൊക്കെ ചെയ്യുമ്പോൾ ചോദിക്കുമ്പോൾ സൂപ്പർ ധ്യാനമായിരുന്നു എന്ന് പറയും. പക്ഷേ റിസൾട്ട് നോക്കുമ്പോൾ ധ്യാനത്തിന്റെ ഒരു റിസൾട്ടും 6-7 മാസം കഴിഞ്ഞിട്ട് അവർക്ക് വരുന്നില്ല എന്നത് പിന്നെയാണ് ഇത് ചോദിച്ചു പോകുന്നത്. എന്താണ് നിങ്ങൾക്ക് ധ്യാനത്തിലൂടെ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ കാര്യമായിട്ടൊന്നും മനസ്സിലായി. സാറ് പറയുന്ന വോയിസ് കേട്ടു, അതനുസരിച്ചിരുന്നു, പക്ഷെ മൈൻഡ് എവിടേക്കേ പോയി എന്നുള്ളതാണ്. അപ്പൊ അതിനെയാണ് ധ്യാനത്തിന് സ്വാഭാവിക മനുഷ്യന്റെ പ്രക്രിയയാണ്. പല ചിന്തകളോ എനിക്കുണ്ടാവും കേട്ടോ, നിങ്ങൾക്കെന്നല്ല എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അതൊക്കെ കേന്ദ്രീകൃതമാക്കാൻ സാധിച്ചാൽ മാത്രമേ ധ്യാനത്തിന് പ്രത്യേകതയുള്ളൂ. നിങ്ങളുടെ മനസ്സ് ശാന്തവും വ്യക്തവുമാകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശവുമായി നിങ്ങളുടെ ആത്മാവ് നിങ്ങളിലേക്ക് തിരിയും എന്ന് മനസ്സിലാക്കണം. ഇവിടെയാണ് കണക്ടിവിറ്റി. നമ്മൾ എപ്പോഴാണോ ആത്മാവും മനസ്സും തമ്മിൽ താതാത്മ്യപ്പെടുന്നത്, അപ്പോൾ മാത്രമേ നമുക്ക് അഭിവൃദ്ധി വരികയുള്ളൂ. കാരണം ഇത് രണ്ട് സാധനം ചേരുമ്പോൾ മാത്രമാണ് നമ്മൾ പൂർണ്ണമാവുന്നത്. ശരീരത്തിലാണ് ഈ മനസ്സ് കുടികൊള്ളുന്നതെങ്കിലും, അല്ലെങ്കിൽ അത് വേറൊരു ചർച്ചാ വിഷയം എങ്കിലും, ഇത് മൂന്നും താതാത്മ്യപ്പെടുമ്പോൾ മാത്രമാണ് നമുക്ക് സമാധാനം, സംതൃപ്തി, ഐശ്വര്യം എന്നൊക്കെയുള്ള സാധനങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഇതിനുവേണ്ടി നമ്മളിപ്പോൾ ആത്മാവുമായി നിരന്തരമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധം ഓരോ നിമിഷത്തും നിലനിർത്തണം. നിങ്ങളുടെ അഗാധമായ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക. നിങ്ങൾക്ക് അത് ലഭിക്കാൻ എന്താണ് പ്രപഞ്ചം നിങ്ങൾക്ക് ചെയ്തു തരേണ്ടതെന്ന് ചിന്തിക്കണം. എക്സാമ്പിൾ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, ഇപ്പോൾ ജസ്റ്റ് പോസ് ചെയ്ത് നിങ്ങളിപ്പോൾ കേട്ടോളൂ. നിങ്ങളുടെ അഗാധമായ ആഗ്രഹം, ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ആഗ്രഹം എന്താണ്? ഒരാൾക്കാവുമ്പോൾ എനിക്കൊരു വീട് വെക്കണം എന്നാവാം. ഓക്കെ, വീട് വെക്കണം ആഗ്രഹം എഴുതി വെച്ച് നിങ്ങൾ വീട് വെക്കണം. ഇനി പ്രപഞ്ചം എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? അപ്പോൾ നിങ്ങൾ എഴുതുക, പ്രപഞ്ചം എനിക്ക് ഇതിന് ആവശ്യമായ സൗകര്യങ്ങൾ, സന്ദർഭങ്ങൾ, സാഹചര്യങ്ങളും ഒക്കെ എനിക്ക് ഒരുക്കി തരണം. അതല്ലേ പ്രപഞ്ചം തരാൻ പറ്റുള്ളൂ, കാശ് കൊണ്ട് തരാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറയുമ്പോൾ പ്രപഞ്ചം അത് ലഭിക്കാനുള്ള സാധ്യതകൾ ചെയ്യുമെന്നാണ്. ഇത് ലഭിക്കുന്ന ഇനിയില്ല. മൂന്നാമത്തെ കാര്യം, ഇത് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയുള്ള സന്തോഷവാനായി മാറുക?
നിങ്ങൾ സന്തോഷവാനാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് നിങ്ങൾ സന്തോഷം അനുഭവിക്കുക എന്ന് നിങ്ങൾ എങ്ങനെ കാണപ്പെടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ചിന്തിക്കണം. 3 കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ചിന്തിക്കേണ്ടതുള്ളൂ. ഒന്ന് നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് എന്ന് പറയുക. രണ്ടാമത്, ഇത് ലഭിക്കാൻ പ്രപഞ്ചം നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത്, അല്ലെങ്കിൽ ദൈവം എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് പറയുക. 3ാമത്തെ കാര്യം, ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള സന്തോഷം എന്താണെന്ന് പറയുക. ഇതിനുള്ള ഉത്തരം വ്യക്തമായാൽ അത് ലഭിക്കാനായി നിങ്ങളുടെ ആത്മാവ് തുറന്നതും സത്യസന്ധവുമായിരിക്കണം എന്ന് മറക്കാതിരിക്കുക. എന്താണ്? നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ആത്മാവുമായി താതാത്മ്യപ്പെടുകയും അതുമായിട്ട് ബന്ധപ്പെടുകയും അതുമായിട്ട് സത്യസന്ധമായിരിക്കുകയും വേണം. അത്യാഗ്രഹം പാടില്ല, ആഗ്രഹങ്ങളെ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഒരു ഉദാഹരണം എന്ന നിലയിൽ ഞാൻ പറയാം. ഒരു ജോലി സ്ഥലത്ത് നമുക്ക് ശമ്പള വർധനവിനെ പറ്റിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. ശമ്പള വർധനവാണ് നമുക്ക് ആവശ്യം എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ശമ്പള വർധനവിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും. അപ്പോൾ അവിടെ നമുക്കുണ്ടാകുന്ന ചിന്ത, ശമ്പള വർധനവ് ഓഫീസിൽ തരുമോ? രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ശമ്പള വർധനവ് ഉണ്ടായാൽ എന്നെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിക്കുമോ? മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, അപ്പോൾ എന്റെ സബോർഡിനേറ്റ് എന്ത് വിചാരിക്കും? നാലാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ശമ്പള വർധനവിന് ഞാൻ അർഹനാണോ? മറ്റുള്ളവർ എന്നെക്കാളും കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അയാൾക്ക് കൊടുത്തില്ല എനിക്ക് കിട്ടുമോ? അഞ്ചാമത്തെ ചിന്ത, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് വരും. അങ്ങനെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ പറയും കൂടുതൽ കാശ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മോശമായി പോകും, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ. ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അത് അവസാനിപ്പിക്കുക. അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചിന്തകൾ വന്നാൽ അത് വർക്ക് ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പകരം നിങ്ങൾക്കത് അർഹതയുണ്ടോ എന്ന് കൃത്യമായി നിങ്ങൾ ആലോചിക്കുക. അർഹതയ്ക്കുള്ള പ്രവർത്തനം ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ, കൂടുതൽ വർക്ക് ചെയ്യാൻ തയ്യാറാവുക. അല്ലെങ്കിൽ നിങ്ങൾ അതിനർഹനാണ് എന്ന് നിങ്ങൾ തന്നെ സ്വയം ഏത് നിമിഷം വരെ അപ്ഡേറ്റ് ചെയ്യുന്നുവോ അപ്പോഴാണ് സംഭവിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞല്ലേ. എന്താണത്? നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എന്താണെന്ന് അത് കൃത്യമായി നിങ്ങൾക്ക് വിശ്വാസം വേണം. ഒരു വീട് കെട്ടണം എന്ന് പറയുന്നത് ആഗ്രഹം ഉണ്ടാകുമ്പോൾ അത് കൃത്യമായി നിങ്ങൾ വിശ്വസിക്കണം. വീടിന്റെ ആവശ്യകത ഇന്നതാണ് എന്ന് നിങ്ങൾക്കറിയാം. അത് ലഭിക്കുമെന്ന് നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് പൂർണ്ണമായി നിങ്ങൾ വിശ്വസിക്കും. മാത്രം വിശ്വസിച്ചെന്നത് മാത്രം പറ്റുമോ? ഇല്ല, അതിനുവേണ്ടി പ്രവർത്തിക്കണം. അല്ലെ? പ്രവർത്തനമില്ല ഒന്നും തരാല്ല. എത്രയും പറഞ്ഞാൽ മനസ്സിലാവല്ലോ, ക്ലിയർ ആവല്ലോ, മതിയെന്ന് തോന്നുന്നു. അത് എത്രയും ക്ലിയർ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക. യാഥാർത്ഥ്യ ബോധത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുക, പ്ലാൻ ചെയ്യുക എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ പോയിന്റുകൾ കൃത്യമായി നോക്കി വെക്കുക. കൂടുതൽ പറഞ്ഞിട്ട് നിങ്ങളുടെ സമയം കളയുന്നില്ല. കാരണം നിങ്ങൾക്ക് മനസ്സിലാവാത്തോളം കാലം എത്ര പറഞ്ഞു കഴിഞ്ഞാലും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇതിനൊക്കെ പറയേണ്ടി വന്നത് വളരെ സിമ്പിളാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ അവിടെ വെച്ച് പറയാം, സാറേ ഇത് എന്താണെന്ന് എനിക്ക് പിടിയിട്ടില്ല, ഒന്നും കൂടി പറയാമെന്ന് വെച്ചാൽ ഞാൻ ഒന്നുകൂടി പറയാം. 100 തവണയെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്കിത് പറഞ്ഞു തരാം. കാരണം ഇത് നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ തറച്ചു നിന്നാൽ മാത്രമാണ് നമുക്കിതിൽ പ്രവർത്തനങ്ങൾ നടക്കാൻ പറ്റുക. അപ്പൊ നമ്മൾ ആഗ്രഹിക്കേണ്ട ചാരം ഇതിനകത്ത് ലോ ഓഫ് അട്രാക്ഷൻ പറഞ്ഞു. ഇനി ലോ ഓഫ് മാനിഫെസ്റ്റേഷനെ പറ്റിയിട്ടാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ പ്രതിപാദിച്ചത് ഏറ്റവും കൂടുതൽ. കാരണം എന്താണ് മാനിഫെസ്റ്റേഷൻ? മാനിഫെസ്റ്റേഷൻ ഒന്നുമല്ല, ഇതിനെ എങ്ങനെയാണ് പ്രവർത്തനത്തിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതാണ് മാനിഫെസ്റ്റേഷൻ. അത്രയും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുമ്പോൾ തന്നെ ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മാനിഫെസ്റ്റേഷൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ്, മാനിഫെസ്റ്റേഷൻ ഉണ്ടായാൽ മാത്രമാണ് ഇത് പ്രവർത്തനത്തിലായി വരുള്ളൂ, ഇത് നമ്മളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ ആവിഷ്കാരത്തിനെയും ആകർഷണ നിയമത്തെയും രണ്ടും ചേർത്ത് വേണം നമുക്ക് പോകാൻ. സാക്ഷാത്കാര നിയമം അല്ലെ, മാനിഫെസ്റ്റേഷൻ സാക്ഷാത്കാര നിയമം. അപ്പോൾ നമ്മുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്ന ചിന്തകൾക്കും വികാരങ്ങൾക്കും ശക്തിയുണ്ടെന്ന ആശയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആശയങ്ങളാണ് സാക്ഷാത്കാര നിയമവും ആകർഷണ നിയമവും. അത്രയാണ് സിമ്പിളായിട്ട് എടുക്കുന്നത്. ശ്രദ്ധാപൂർവകേന്ദ്രമായ ഉദ്ദേശത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും നിങ്ങളുടെ ആഗ്രഹങ്ങളെയും യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രക്രിയയാണ്
എന്താണ് ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്? ശ്രദ്ധാകേന്ദ്രമായ ഉദ്ദേശത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും നിങ്ങളുടെ ആഗ്രഹങ്ങളെയും യാഥാർത്ഥ്യത്തിലേക്ക്, നിങ്ങളുടെ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യത്തിൽ കൊണ്ടുവരുന്ന പ്രക്രിയയാണ് ഇത് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതേസമയം ആകർഷണ നിയമം എന്താണ്? ഇഷ്ടം ഇഷ്ടത്തെ ആകർഷിക്കുന്നു എന്ന് മാത്രം മനസ്സിലാക്കുക. ആകർഷണ നിയമത്തിൽ വേറെ ഒന്നുമില്ല, പ്രവർത്തനങ്ങളൊന്നുമില്ല, ആഗ്രഹിച്ചാൽ മാത്രം മതി. പക്ഷെ മാനിഫെസ്റ്റേഷൻ ഇല്ലെങ്കിൽ ഇത് സംഭവം വർക്ക് ചെയ്യില്ല എന്നും കൂടി മനസ്സിലാക്കും. അപ്പൊ മാനിഫെസ്റ്റേഷനോട് കൂടുതൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. ഈ സാക്ഷാത്കാര നിയമത്തിന്റെയും ആകർഷണ നിയമത്തിന്റെയും ഗുണങ്ങളും ദോഷങ്ങളും ഒന്ന് മനസ്സിലാക്കി വെക്കണം. കാരണം എന്താണ്, ഇത് രണ്ടും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. രണ്ടും തമ്മിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഇല്ലാതെ ഒരു സംഭവം ലോകത്തുണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. നെഗറ്റീവും പോസിറ്റീവും ഇല്ലാതെ ഒരു കാര്യം പൂർണ്ണമാകില്ല എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാത്തിനും ദോഷവും ദുഃഖങ്ങളും. പക്ഷെ ദോഷമൊന്നും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞത് ഇത് മനസ്സിലാക്കി വെക്കാനാണ്. ഇത്രയാണെങ്കിലും ആ സാക്ഷാത്കാര നിയമത്തിൽ ഒരു ദോഷമുള്ളത് ശ്രദ്ധിക്കുക. ഭയങ്കര രസമാണ്. ഇത് ഒരാള് പറഞ്ഞൊരു കാര്യമായതുകൊണ്ട് ഞാനത് പ്രത്യേകം പറയാന്ന് വെച്ചാൽ, സാറേ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നടപടി അതിനുവേണ്ടി പ്രവർത്തിക്കാൻ പറ്റില്ല. അത് ഭയങ്കര പാടാണ് അല്ലെ? നമ്മളും ശ്രദ്ധിക്കാറുണ്ടല്ലേ? നല്ല ജോലി വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പഠിക്കാൻ പറ്റില്ല. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഇത് നടക്കില്ല എന്ന് മനസ്സിലാക്കുക. പഠിക്കാൻ വേണ്ടി ജയിക്കാനുള്ള ആകർഷണം, ജയിക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് മാനിഫെസ്റ്റേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ആകർഷണ നിയമത്തിലൂടെ ടെക്നിക്കിലൂടെ ഒക്കെ നമുക്ക് അത് ചെയ്യാൻ പറ്റും. പക്ഷെ പ്രവർത്തിക്കാതിരുത്താൻ പറ്റില്ല. ആക്ഷൻ, കർമ്മ അല്ലേ? കർമ്മ ഇല്ലാതെ നമുക്ക് ഒരു കാര്യം നൽകാം. ധർമ്മോ രക്ഷതി കർമ്മ. അപ്പൊ നമുക്ക് കർമ്മം വളരെ നിർബന്ധം. അതാണ് ആ സാക്ഷാത്കാര നിയമത്തിന്റെ ഏറ്റവും പ്രത്യേകത. അത് പറയുന്നത് ലക്ഷ്യങ്ങൾക്കായി നടപടി സ്വീകരിക്കേണ്ട അതിന്റെ പ്രാധാന്യം ഊന്നി പറയുന്നു. ചില സമയങ്ങളിൽ ഭൗതിക നേട്ടങ്ങളിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളത് ഒരു പോരായ്മയാണ്. മണി വരാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മണിക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. അപ്പോൾ മണിയെ നമ്മളിൽ എത്തിക്കാനുള്ള ഭൗതികമായ നേട്ടത്തിന് വേണ്ടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്നത് സാക്ഷാത്കാര നിയമത്തിന്റെ പോരായ്മയാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ചാൽ, സ്പിരിച്വാലിറ്റി മതപരമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഇത് കോൺസെപ്റ്റിനെ ചിലപ്പോൾ ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. ഇനി അപ്പോൾ ആകർഷണ നിയമം എന്തെന്നാണ്? സുഖം അനുഭവിക്കേണ്ടതിന്റെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലത്തിന്റെ ഊർജവുമായി പൊരുത്തപ്പെടേണ്ടതിന്റെയും, അതായത് ശാന്തമായി ഇരിക്കേണ്ടതിന്റെയും, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുമായി നിങ്ങൾ പൊരുത്തപ്പെടണമെന്നും ഊന്നി പറയുന്നു. പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത കുറവാണെന്നും പറയുന്നു. അപ്പോൾ നമ്മൾ എന്ത് ബിലീവ് ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ അതിലൂടെ ഇരിക്കും മനസ്സിലാവും. ഇതൊരു പോരായ്മയാണ് അല്ലേ? ഒന്നി നിൽക്കുക, ഒറ്റ കാര്യത്തിൽ ശ്രദ്ധാപൂർണമായി ശ്രദ്ധിക്കുക, പോസിറ്റീവ് ചിന്തകളിലൂടെ മാത്രം നിൽക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു വിഷയമായി തോന്നിയാൽ അവിടെയാണ് പ്രത്യേകത. ശ്രദ്ധിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത നാളെ മുതൽ ടെക്നിക്കൽ പഠിപ്പിച്ചു തരാം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി വീണ്ടും വീണ്ടും പറയണം, റിപ്പീറ്റഡായി കേൾക്കുക. എന്തെങ്കിലും ചിലപ്പോൾ നമ്മൾ സാങ്കേതികമായ പദങ്ങൾ, കാരണം ഇതിനൊക്കെ ഇംഗ്ലീഷിൽ ഉള്ള പദങ്ങളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പൊ ഇംഗ്ലീഷ് മാക്സിമം ഒഴിവാക്കാനാണ് ശ്രമിച്ചു നോക്കിയത്. അപ്പോഴാണ് ചില വാക്കുകൾ, കടുകട്ടി വാക്കുകളൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്നത്. നിങ്ങൾക്ക് ചോദിക്കാം, PDF കൂടി നിങ്ങൾക്ക് തരാം, ഓഡിയോ ആയിട്ട് തരാം. ഇഷ്ടത്തെ ആകർഷിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്നെയും ഇഷ്ടപ്പെടുക, ആകർഷിക്കുക. നിങ്ങൾക്ക് കമന്റ് ആയിട്ടും മറ്റൊക്കെ ആയിട്ടും രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. നന്നായിരിക്കട്ടെ. താങ്ക് യു.